രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം, ആനന്ദലബ്ധിക്കിനി എന്തു വേണം. രാമ 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 രാമ. ശ്രീരാമദേവന്റെ പാദം സ്പർശിച്ച നിമിഷത്തിൽ ആ അദൃശ്യരൂപയായി വർത്തിച്ച ബ്രഹ്മപുത്രിയായ ഗൗതമപത്നിയായ അഹല്യ പൂർവരൂപം പ്രാപിച്ച് രാമനെ നമസ്കരിച്ച് നിന്നു. രാമനോ അമ്മേ എന്ന് സംബോധന ചെയ്ത് അഹല്യയെയും നമസ്കരിച്ചു ലക്ഷ്മണനോടൊപ്പം. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. അഹല്യ ആനന്ദത്തോടുകൂടി രാമനെ കേശാദിപാദം കണ്ട് സ്തുതിക്കുകയാണ്. ഇനി അഹല്യാസ്തുതി എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ടതായ സ്തുതിയാണ് നാം വാത്മീകി രാമായണത്തിലായാലും അധ്യാത്മരാമായണത്തിലായാലും കാണുന്നത്. ഇവിടെ പലപ്പോഴും അഹല്യാമോക്ഷ കഥ വർണ്ണിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ സംശയം തോന്നാവുന്ന ഒരു കാര്യമാണ്. പലരും രാമായണത്തെ അധികരിച്ച് പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ഈ കഥ കേട്ട് അവർ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് അവർക്കുണ്ടാകുന്ന ചില സന്ദേഹങ്ങൾ അത് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതിന് ഉത്തരം പറയാറുമുണ്ട്. അത് പലപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ചില വ്യാഖ്യാനങ്ങളായിട്ടാണ് പറയാറ്. എങ്കിലും നമുക്ക് ഈ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് പലപ്പോഴും വരാറ്. അഹല്യയെ ഗൗതമൻ ശപിച്ചത് ശരിയായോ? കാരണം യഥാർത്ഥത്തിൽ ചതിച്ചത് ദേവേന്ദ്രനല്ലേ? ദേവേന്ദ്രൻ അഹല്യാശ്രമത്തിലേക്ക് എത്തിയത് ഗൗതമൻ്റെ രൂപത്തിലാണ് എന്ന് അധ്യാത്മരാമായണം വർണ്ണിക്കുന്നുണ്ട്. അപ്പം തൻ്റെ ഭർത്താവാണ് എന്ന ഭാവേനയാണ് അഹല്യ ഈ ഇന്ദ്രനെ സ്വീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ അഹല്യ തെറ്റുകാരി അല്ലല്ലോ എന്നാണ് പലരും ചോദിക്കാറ്. പക്ഷേ സൂക്ഷ്മമായി വാത്മീകി രാമായണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ദ്രൻ വരുന്ന സമയത്ത് ഗൗതമ രൂപം ധരിച്ചു എന്നല്ല പറയുന്നത്. അഹല്യയുടെ അരികത്തെത്തി ഇന്ദ്രൻ മായ കാട്ടി ആ ദേവതയുടെ മായയിൽ കുടുങ്ങി അഹല്യ ആ തൻ്റെ ബ്രഹ്മചര്യവ്രതത്തിന് ഭംഗം വരുന്ന രീതിയിൽ പ്രവർത്തിച്ചു. ബ്രഹ്മചാരിണി എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അഹല്യയുടെ വിശേഷണമായിട്ട്. അതിനുശേഷം വന്നത് ഇന്ദ്രനാണെന്ന് മനസ്സിലാക്കി തൻ്റെ ഭർത്താവ് കടന്നു വരുന്ന സമയമായി, അതുകൊണ്ട് അങ്ങ് ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോളൂ, പോകുമ്പോൾ ഭർത്താവിൻ്റെ രൂപം ധരിക്കണം എന്ന് ഉപദേശിച്ചത് തന്നെ അഹല്യയാണ് എന്നാണ് വാത്മീകി പറയുന്നത്. അഹല്യ ശിലാരൂപത്തിൽ വർത്തിച്ചു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അഹല്യ ശിലയായി മാറിയോ എന്നാണ് ചിലരുടെ സന്ദേഹം. ഇഹ വർഷ സഹസ്രാണി ബഹൂനി നിവസിഷ്യസി,
വാദപക്ഷ നിരാഹാര തപ്യന്തി ഭസ്മശായിനി അദൃശ്യ സർവഭൂതാനാം ആശ്രമേസ്മിൻ വസിഷ്യസി യഥാ ത്വേതത് വനം ഘോരം രാമോ ദശരഥാത്മജ ആഗമിഷ്യതി ദുർധർഷസ്തദാ പൂതാ ഭവിഷ്യസി. വളരെ വ്യക്തമാണ് അഹല്യയോട് പറയുന്നത് തപസ് അനുഷ്ഠിക്കാനാണ്. ഒരു ജീവജാലങ്ങളുടെയും കണ്ണിൽപ്പെടാതെ വർത്തിക്കുക. അതിനുള്ള ശക്തി അഹല്യയ്ക്കുണ്ട്. മാത്രമല്ല ഗൗതമൻ്റെ തപോബലത്താൽ ആ ആശ്രമ പരിസരം അങ്ങനെ ആയിത്തീർന്നു. അഹല്യയെ ആരാലും ദർശിക്കപ്പെടാതെ അങ്ങനെ അവിടെ വർത്തിച്ചു. അപ്പോൾ ആ തപസ് ഒരു കല്ലുപോലെയുള്ളതായ ശിലയെപ്പോലെയുള്ളതായ ഒരു തപസ്സായിരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം ശിലാരൂപത്തിൽ വർത്തിച്ച അഹല്യ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ പിന്നീട് ഈ കഥയിൽ വന്നു ചേരാനുള്ള കാരണം. അവിടേക്ക് ദശരഥപുത്രനായിരിക്കുന്ന ഭഗവാനായ സാക്ഷാൽ ശ്രീരാമദേവൻ വരും. അന്ന് പൂതാ ഭവിഷ്യസി, നീ പരിശുദ്ധയായിത്തീരും എന്നാണ് ഗൗതമൻ്റെ ശാപമോക്ഷ വാക്യം. രാഘവൗ തു തദാ തസ്യ പാദൗ ജഗൃഹതുർമുദാ സ്മരന്തി ഗൗതമവച പ്രതിജഗ്രാഹസാഹിതൗ. അഹല്യ ചെയ്ത ആ സപര്യ എങ്ങനെയാണെന്ന് കൂടി വർണ്ണിക്കുകയാണ്. പാദ്യമർഘ്യം തഥാതിഥ്യം ചകാരസു സമാഹിത പ്രതിജഗ്രാഹകാകുസ്ഥോ വിധിദൃഷ്ടേന കർമ്മണ. തൻ്റെ ഭർത്താവ് പറഞ്ഞ വാക്യത്തെ സ്മരിച്ചുകൊണ്ടാണ് അഹല്യ ശ്രീരാമനെ വേണ്ടതുപോലെ പൂജിക്കുന്നത്. ഇനി വാത്മീകി രാമായണത്തിൽ പറഞ്ഞ രാമൻ അഹല്യയെ എങ്ങനെയാണ് വന്ദിച്ചത് എന്നുള്ള ആ ശ്ലോകം കൂടി നമ്മൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കണം. വിശ്വാമിത്രവച ശ്രുത്വാ രാഘവ സഖ ലക്ഷ്മണ വിശ്വാമിത്രം പുരസ്കൃത്യ ആശ്രമം പ്രവിവേശഃ. ദദർശ ച മഹാഭാഗാം തപസാ ദ്യോതിതപ്രഭാം ലോകൈരപി സമാഗമ്യ ദുർനിരീക്ഷ്യാം സുരാസുരൈ. വിശ്വാമിത്രനെ മുന്നിൽ, വിശ്വാമിത്രൻ ഇങ്ങനെ രാമ കടന്നാലും എന്ന് പറഞ്ഞ ആശ്രമത്തിലേക്ക് ആനയിച്ച സമയത്ത് ദാ ഇവിടെയാണ് അഹല്യ തപസ് ചെയ്യുന്ന ഇടം എന്ന് പറഞ്ഞപ്പോൾ രാമൻ അവിടേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ കാണുന്നത് ദ്യോതിതപ്രഭാം, തേജോമയമായിരിക്കുന്നതായ ആ പ്രകാശധാരയോടുകൂടി വർത്തിക്കുന്ന അഹല്യയെയാണ്. അപ്പോൾ ദുർനിരീക്ഷയാണ്, ലോകർക്ക് കാണാൻ കഴിയില്ല. രാമൻ ദർശിച്ചു അഹല്യയെ, തപോരൂപമായി വർത്തിക്കുന്ന അഹല്യയെ രാമൻ ദർശിച്ചു. ഗൗതമോപി മഹാതേജ അഹല്യാ സഹിത സുഖി രാമം സംപൂജ്യ വിധിവൽ തപസ്തേപേ മഹാതപാഃ. പിന്നെ ആ കഥ അതാ അവിടെ രാമനെ എപ്പോഴാണോ അഹല്യ പൂജിച്ചത് ആ സമയത്ത് തന്നെ ഗൗതമ മഹർഷി അവിടെ എത്തിച്ചേർന്നു. തൻ്റെ ധർമ്മപത്നി പരിശുദ്ധയായി. ആ സന്തോഷത്തിൽ ഗൗതമനും അഹല്യയും രാമനോട് യാത്ര പറയുന്നു. അവരൊരുമിച്ച് ആ ഗൃഹസ്ഥ ജീവിതത്തെ അതാ സ്വീകരിച്ച് നഷ്ടപ്പെട്ട എല്ലാ ഐശ്വര്യങ്ങളും തപോബലങ്ങളും വീണ്ടെടുത്ത് അവർ വർത്തിച്ചു എന്നാണ് കഥാന്ത്യം. പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ. അഹല്യാസ്തുതിയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നു, എഴുത്തച്ഛൻ പറയുന്നു, സർവേശ്വരനായിരിക്കുന്ന രാമനെ അഹല്യ സ്തുതിച്ചു എന്ന്. രാമനും ലക്ഷ്മണനും അഹല്യയെ നമസ്കരിച്ചു. ഈ നമസ്കരിക്കുന്ന സമയത്ത് രാമലക്ഷ്മണന്മാർ അഹല്യയെ അമ്മയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ബ്രഹ്മപുത്രിയായ അഹല്യ എന്ന ഒരു കഥാപാത്രത്തിലൂടെ ഇന്ദ്രനാൽ മോഹിപ്പിക്കപ്പെട്ട് തൻ്റെ തപോവൃത്തിക്ക് ഭംഗം വരുത്തിയ ഒരു പ്രതീകമായിട്ട് അഹല്യയെ അവതരിപ്പിച്ചതിന് ശേഷം
നമ്മൾ ഈ കഥയുടെ സാരമായി പലപ്പോഴും പുരാണങ്ങളിൽ ഒക്കെ കേൾക്കുന്നൊരു വാക്യമാണ്, 5 കന്യമാരുടെ നാമങ്ങൾ സ്മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും ഇല്ലാതായി തീരും എന്നുള്ളത്. അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി തഥാ പഞ്ചകന്യാ സ്മരേ നിത്യം സർവപാപ പ്രണാശനം. അപ്പോൾ ഇവിടെ ഒരു ഗൃഹസ്ഥ ജീവിതത്തിലെ ഒരിക്കലും ഒരു സ്ത്രീക്ക് സംഭവിക്കാൻ പാടില്ലാത്തതായ ഒരു പരപുരുഷ ഗമനമെന്ന ദോഷത്തെ കഥയായി അവതരിപ്പിച്ചുകൊണ്ട് ആ അഹല്യയുടെ കഥ പറഞ്ഞ് ആ അഹല്യയുടെ നാമം സ്മരിച്ചാൽ എല്ലാ പാപങ്ങളും ഇല്ലാതായി തീരും എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ് എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് ഈ കഥയുടെ ശരിയായിരിക്കുന്ന സന്ദേശം നമുക്ക് തെളിഞ്ഞു വരാൻ തുടങ്ങും. ജീവിതത്തിൽ മനുഷ്യരായി കഴിഞ്ഞാൽ തെറ്റുകൾ സംഭവിക്കും. തെറ്റുകൾ സംഭവിക്കും എന്നത് ഒരു സ്വാഭാവികമായ ഒരു കാര്യമായി പറഞ്ഞ് തെറ്റുകളിലേക്ക് പോകാനല്ല ഇവിടെ സൂചന. തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകൾ സംഭവിക്കുന്നതോടെ എല്ലാം അവസാനിച്ചു, ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിക്കലല്ല യഥാർത്ഥ ജീവിതം. ബ്രഹ്മപുത്രിയായ അഹല്യയ്ക്ക് പോലും ഇന്ദ്രൻ കാണിച്ച ഒരു മായയിൽ കുടുങ്ങി വിഷയസുഖങ്ങളോട് ആസക്തി ഉണ്ടായി. അപ്പോൾ പിന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ കഥ പറയാനുണ്ടോ? ഇത് ദേവമായ എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. പ്രകൃതിയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നതായ അദൃശ്യമായിരിക്കുന്ന വിഷയലോലുപതകളിലേക്കുള്ളതായ മനുഷ്യ മനസ്സിനെ അതിലേക്ക് പ്രലോഭിപ്പിക്കുന്നതായ ഇത്തരത്തിലുള്ളതായ യാതൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ അതിദേവതകളായി തന്നെയാണ് ഈ ഇന്ദ്രൻ, അഗ്നി, വരുണൻ, വായു, യമൻ ഇവരെയൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടതായ കഥയിൽ വായു ഭഗവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി വരുന്നു. അങ്ങനെ ആ വായു തത്വത്തെക്കുറിച്ച് വർണ്ണിച്ചു. അതേപോലെ തന്നെ പർവ്വതങ്ങളെക്കുറിച്ച് വർണ്ണിച്ചു, പുഴകളെക്കുറിച്ച് വർണ്ണിച്ചു. ഇതൊക്കെ പറയുമ്പോൾ പ്രകൃതിയിൽ സൂക്ഷ്മമായി നിലനിൽക്കുന്നതായ ശക്തി ചൈതന്യങ്ങളെ അതിനെ തന്നെയാണ് നമ്മൾ രൂപമായി, ഗന്ധമായി, അതുപോലെ തന്നെ സ്പർശമായി ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക് എന്നിങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ഈ പ്രകൃതിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഈ വിഷയാനുഭവത്തിന് കാരണമായിരിക്കുന്ന ശക്തികളായിട്ടാണ് ദേവതകളെ വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളതായ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന വിവേകബുദ്ധി അത് നശിപ്പിക്കത്തക്കവണ്ണം വിഷയാസക്തി വന്നു കഴിഞ്ഞാൽ അത് ഈ ദേവതകളുടെ സ്വാധീനമായോ ഒക്കെ കഥയിൽ വർണ്ണിക്കുന്നു എന്നുള്ളതാണ് പുരാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബ്രഹ്മചാരിയായി ആശ്രമത്തിൽ വർത്തിച്ച അഹല്യയ്ക്ക് ഈ വിഷയവാസനകൾ ഉണ്ടായപ്പോൾ ഗൗതമൻ എന്ന മഹാതപസ്വിക്ക് ഉണ്ടായതായ ആ ഭയമോ അല്ലെങ്കിൽ അഹല്യയോട് തോന്നിയതായ അഹല്യ ചെയ്ത കാര്യങ്ങളോട് തോന്നിയതായ അനാദരവോ അഹല്യയെ കൂടുതൽ മാനസികമായും ആ തപോവൃത്തിയിലും വേണ്ടതുപോലെ വർത്തിക്കുവാനുള്ളതായ ഒരു ഉപദേശം കൊടുക്കലായി ഈ ശാപത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തെറ്റ് ചെയ്താൽ പ്രായശ്ചിത്തമുണ്ട്. ആ പ്രായശ്ചിത്തം വേണ്ടതുപോലെ ചെയ്ത് സ്വയം പുനീതരാവുക എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഗൗതമൻ അഹല്യ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ ആ നിമിഷത്തിൽ തന്നെ അഹല്യയെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. അവിടെ അഹല്യയ്ക്ക് അത് തിരുത്താനുള്ളതായ അവസരം കൊടുക്കുകയാണ്. അവസരം കൊടുക്കുക മാത്രമല്ല, അത് തിരുത്താൻ വേണ്ടി അഹല്യയ്ക്ക് ആ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി ഗൗതമനും ആ തപസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഇങ്ങനെ ഒരു കഥയായി പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ചില പിഴവുകൾ, ആ പിഴവുകളെ തിരുത്താനുള്ളതായ ആ അവസരവും ഈ ജീവിതം തന്നെയാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് അത് തിരുത്താനുള്ളതായ അവസരങ്ങൾ കൊടുക്കുക എന്നത് തെറ്റ് ചെയ്തവരോട് നമ്മൾ ചെയ്യുന്നതായ ഏറ്റവും വലിയ ഒരു സഹായമാണ്, സഹാനുഭൂതിയാണ്. തെറ്റ് ചെയ്യാതിരിക്കാൻ ഇത്തരത്തിലുള്ള കഥകളെ നമ്മൾ സ്വാംശീകരിച്ച് നമ്മൾ എത്രത്തോളം ജാഗരൂകരായിക്കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എന്നൊരു ഉപദേശവും അഹല്യ നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെയാണ് അഹല്യ എന്ന നാമം
അത് ഒന്ന് സ്മരിച്ചാൽ തന്നെ നമ്മുടെ പാപങ്ങൾ ഇല്ലാതായി തീരും എന്ന മുതുമൊഴിയുടെ അർത്ഥം നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോൾ തെറ്റുകൾ ചെയ്തോളൂ എന്നല്ല ഉപദേശം. എന്തെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടോ സംഭവിക്കുന്നതായ തെറ്റുകൾ അത് ലോക സ്വഭാവമാണെന്നും ആ തെറ്റുകളിലേക്ക് നയിക്കത്തക്ക വിധം നമ്മുടെ ചുറ്റും വിഷയസുഖങ്ങൾ അത്രയും ശക്തമാണെന്നും അന്നത്തെ കാലത്തെ രാമായണ കഥയിലൂടെ നമുക്ക് ഉപദേശിച്ച് തരുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ തലമുറകളെ വിഷയസുഖങ്ങളിലേക്ക് വ്യാപരിപ്പിക്കുന്ന അനവധി വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. നിസ്സാരമായി പറയുകയാണെങ്കിൽ നമ്മൾ എന്നും കൈകാര്യം ചെയ്യുന്ന മൊബൈൽ, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതായ സോഷ്യൽ മീഡിയയിലെ പലതരത്തിലുള്ളതായ പ്ലാറ്റ്ഫോമുകൾ, ഇതൊക്കെ നമ്മുടെ തലമുറകളെ പലതരത്തിലുള്ളതായ വിഷയസുഖങ്ങളിലേക്ക് ആസക്തരാക്കി ഒരിക്കലും തിരുത്താൻ കഴിയാത്ത തെറ്റിലേക്ക് നയിക്കുന്ന രീതികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കരുത് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിനെയൊക്കെ മനോനിയന്ത്രണത്തോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നത് മാത്രമാണ് ഈ വിഷയസുഖങ്ങളെക്കുറിച്ച് നമ്മുടെ പൂർവികർ പറഞ്ഞു തരുന്നൊരു കാര്യം. അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന, നമ്മുടെ ധർമ്മത്തെ തന്നെ ഇല്ലാതാക്കി തീർക്കുന്ന, നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കി തീർക്കുന്ന, ജീവിക്കാനുള്ളതായ ആഗ്രഹത്തെ ഇല്ലാതാക്കി തീർക്കുന്ന തരത്തിലുള്ളതായ വിഷയ ആസക്തികൾ ഒരിക്കലും നല്ലതല്ല എന്ന ചിന്ത അന്നും ഇന്നും ഒരുപോലെ പ്രസക്തമാണ്. ഇവിടെ അഹല്യ രാമദേവനെ വേണ്ടതുപോലെ സപര്യ ചെയ്തു. ഈശ്വര പൂജ തന്നെയാണ് അതിഥി പൂജ. ഒരു അതിഥി പൂജ ചെയ്യുന്നത് പോലെയാണ് ഈശ്വരനെ പൂജിക്കുന്നത്. കാത്തിരിക്കുകയായിരുന്നു അഹല്യ ഇത്രയും കാലം. അങ്ങനെ ആ കാത്തിരിപ്പിന് അതാ സാഫല്യം വന്നു ചേർന്നു. അഹല്യ പ്രാർത്ഥിക്കുന്നു, ലോകേശാത്മജയാകുമഹല്യ താനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്തു വസിച്ചിടിനാളഹല്യയും. വളരെ സന്തോഷമായി തൻ്റെ ഭർത്താവിനോടൊപ്പം അഹല്യ കഴിഞ്ഞു പിന്നീടുള്ള കാലം ഗൗതമനും എന്നുള്ളതായ ആ കഥാന്ത്യം ഇവിടെ കുടുംബജീവിതത്തിൻ്റെ സ്വാഭാവികമായിരിക്കുന്നതായ എന്നാൽ അസ്വാഭാവികമായ ഒരു കഥയിലൂടെ സ്വാഭാവികമായ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ളതായ കലഹങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ പൊരുത്തക്കേടുകൾ ഇതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണണം എന്ന് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടീ വണ്ണമരുൾ ചെയ്താൻ, ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കു താതനെ കാണാം. ദശരഥ മഹാരാജാവിനോട് യാഗരക്ഷയ്ക്ക് വേണ്ടി രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ കർത്തവ്യം കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിലേക്ക് എത്തിക്കാം എന്നുള്ളതായ ആ വാഗ്ദത്തത്തോടു കൂടിയാണ് വിശ്വാമിത്രൻ പോരുന്നത്. അതാണിവിടെ ശ്രീരാമദേവനെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കിനി പോകേണ്ടത് വിദേഹ രാജ്യത്തേക്കാണ്, മിഥിലാപുരിയിലേക്കാണ്. അവിടെ ചെന്ന് ആ ധനുസ് കണ്ട് മഹാദേവ ചാപം കണ്ട് വേണ്ടതുപോലെ ജനക മഹാരാജാവിനെയും കണ്ട് സന്തോഷത്തോടു കൂടി നമുക്ക് അയോധ്യയിലേക്ക് മടങ്ങേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ച് അഹല്യാമോക്ഷം എന്ന കഥ അവസാനിക്കുകയാണ്. അഹല്യ രാമനെ സ്തുതിക്കുമ്പോൾ അവിടെ ആ സ്തുതി വളരെ ദാർശനികമായി പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് പറയാൻ കാരണം, രാമനെ പരമാത്മാവായിട്ടാണ് എഴുത്തച്ഛൻ അവിടെ അഹല്യാസ്തുതിയിലൂടെ വർണ്ണിച്ചിരിക്കുന്നത്. അതേ തത്വം തന്നെയാണ് അധ്യാത്മരാമായണ മൂലഗ്രന്ഥത്തിലും വാത്മീകി രാമായണത്തിലും നമുക്ക് കാണാൻ സാധിക്കുക. ജ്ഞാനഘോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലമെത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം
പാദപത്മ സംലഗ്ന പാംസുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും. അപ്പൊ ഇവിടെ അഹല്യ തനിക്ക് കിട്ടിയതായ ഈ ഗൗതമന്റെ ശാപത്തെ ശാപമായിട്ടല്ല കാണുന്നത്. നമ്മൾ കഥ പറയുമ്പോൾ അതിനെ ശാപമെന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ മഹാതപസ്വികളെ സംബന്ധിച്ചിടത്തോളം തപസ് തന്നെ ഒരു ആനന്ദമാണ്. അപ്പം അഹല്യയ്ക്ക് ജീവിതത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് സ്വയം രൂപപ്പെടാൻ ഗൗതമ മഹർഷിയിൽ നിന്ന് ലഭിച്ചതായ അനുഗ്രഹം തന്നെയായിരുന്നു ഈ കഥയിലെ ശാപം എന്ന് പറയുന്നത്. അപ്പോൾ ശാപത്തെപ്പോലും അനുഗ്രഹമായി കാണാനുള്ളതായ മാനസികമായിരിക്കുന്ന വികാസത്തോടു കൂടിയാണ് അഹല്യ പൂർവ്വരൂപത്തിൽ ഉണരുന്നത്. അങ്ങനെയുള്ള അഹല്യാമോക്ഷം കഥയിലൂടെ നമുക്കും ചില സമയത്ത് വർഷങ്ങളല്ല, ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ച് നിമിഷങ്ങളിലേക്കെങ്കിലും ഈ അഹല്യയെപ്പോലെ കല്ലുപോലെ അല്ലെങ്കിൽ പ്രകൃതിയോട് ചേർന്ന് വിലീനമായി ധ്യാനാത്മകമായി സ്വയം അവരവരിലേക്ക് ചേർന്നിരിക്കേണ്ട ചില തപസ്സുകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏത് കർത്തവ്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധം വേണ്ടതുപോലെ തെളിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ വഴിയിൽ എവിടെയോ ഇനി എവിടേക്ക് യാത്ര എന്നറിയാതെ ജീവിതത്തിൽ സ്തബ്ധരായി നിൽക്കേണ്ടി വരുമ്പോൾ ഒരല്പനേരം കണ്ണടച്ച് അന്തരാത്മാവിലേക്ക് ഒരു യാത്ര ചെയ്താൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ഉള്ള് തെളിഞ്ഞ് തെളിഞ്ഞ് കാണാൻ സാധിക്കും. ജീവിതത്തിൻ്റെ വഴികളും പ്രകാശമാനമായി തീരും. അഹല്യാമോക്ഷം ഇങ്ങനെയൊരു സന്ദേശം നമ്മളിൽ ഉണർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമ 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 രാമ